ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ 2017 കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവർണൻസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നിലവിൽ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ CRA എന്ന് നമ്മൾ പറയുന്ന ആ പേപ്പർ 2017 വരെ കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവർണൻസ് ആയിരുന്നു. ഇപ്പോൾ 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹെഡിങ് ആയിട്ട് വരുന്നത് കോർപ്പറേറ്റ് റെഗുലേഷൻസ് ആൻഡ് ഗവർണൻസ് ആണ്. പക്ഷേ ഗവർണൻസിൻ്റെ ആ ഒരു 30% പോർഷൻ മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ കോർപ്പറേറ്റ് റെഗുലേഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ കോർപ്പറേറ്റ് റെഗുലേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യനായിട്ട് തന്നിരിക്കുന്നത് വാട്ട് ഈസ് പെർപെച്വൽ സക്സഷൻ. ഇത് ഒരു ക്വാളിറ്റി ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സിൽ, ഒരു കമ്പനിയുടെ ഫീച്ചേഴ്സിൽ വന്നിരിക്കുന്ന ഒരു പാർട്ടാണ് പെർപെച്വൽ സക്സഷൻ. എ കമ്പനി നെവർ ഡൈസ്. ദി ബാങ്ക്രപ്സി, ഇൻസോൾവൻസി ആൻഡ് ഡെത്ത് ഓഫ് ദി ഷെയർ ഹോൾഡേഴ്സ് വിൽ നോട്ട് അഫക്ട് ദി ലൈഫ് ഓഫ് എ കമ്പനി. The company will go on. Members may come, shareholders may come, then shareholders may go. അതാണ് പെർപെക്ച്വൽ സക്സഷൻ. ഇത് നിങ്ങൾ ഈ ആൻസർ കീയിൽ 1 മാർക്കിനാണെങ്കിലും നമ്മൾ ഈ 2 മാർക്കിനും 3 മാർക്കിനും ഒക്കെ ഈ ആൻസർ തന്നെ കൊടുത്താൽ മതി. ഇപ്പോൾ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്, അതാണ് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത് എന്താണ്? ഹൂ ഈസ് കീപ് മാനേജീരിയൽ പേഴ്സൺസ്. ഇത് 2018 റിപ്പീറ്റായിട്ട് ചോദിച്ചിരിക്കുന്നതാണ്. കീ മാനേജീരിയൽ പേഴ്സൺസ് ഇൻ എ കമ്പനി. ഇപ്പോൾ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ദി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ ദി മാനേജിംഗ് ഡയറക്ടർ ഓർ ദി മാനേജർ, ദെൻ ദി കമ്പനി സെക്രട്ടറി, ദി ഹോൾ ടൈം ഡയറക്ടർ, ദി ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സച്ച് അതർ ഓഫീസർ ആസ് മേ ബി പ്രിസ്ക്രൈബ് സെക്ഷൻ 25 സബ്സെക്ഷൻ 51. ഇത്രയുമാണ് കീ മാനേജീരിയൽ പേഴ്സൺസ് ആയിട്ട് കമ്പനീസ് ആക്ടിൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 51 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം നമ്മളിവിടെ എല്ലാം കോട്ട് ചെയ്യുന്നത് എന്താണ്? കമ്പനീസ് ആക്ട് 2013 ആണ്, അത് ഓർത്തിരിക്കുക. ദെൻ മൂന്നാമതായിട്ട് എന്താ? വാട്ട് ആർ ക്ലാസ് മീറ്റിംഗ്സ്. ഇപ്പം എന്താ? ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് മെമ്പേഴ്സിൻ്റെ മീറ്റിംഗ് ആണ്. മേ ബി ദാറ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, അതാണ് ക്ലാസ് മീറ്റിംഗ്. So class meeting means where the share capital of a company consists of different classes of shares, maybe preference shares or equity shares or any other class of shares. Meeting of different class of shareholders may have to be called in order to discuss matters affecting them. ഓരോ തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ മീറ്റിങ്ങുകൾ സെപ്പറേറ്റ് ആയിട്ട് വിളിക്കും. അവരുമായിട്ട് ബന്ധപ്പെട്ട മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെ വിളിക്കുന്ന സച്ച് മീറ്റിംഗ്സ് ആർ നോൺ ആസ് ക്ലാസ് മീറ്റിംഗ്സ്. ദെൻ ഫോർത്ത് ഈസ് ഹൂ ഈസ് എ നോമിനി ഡയറക്ടർ. നോമിനി ഡയറക്ടർ. എ നോമിനി ഡയറക്ടർ ഈസ് എ ഡയറക്ടർ അപ്പോയിൻറ്റഡ് ടു ദി ബോർഡ് ഓഫ് എ കമ്പനി ടു റെപ്രസെൻറ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് അപ്പോയിൻറ്റർ ഓൺ ദാറ്റ് ബോർഡ്. ഇപ്പം നോമിനി ഡയറക്ടർ ആരാണോ ഒരാളെ നോമിനി ഡയറക്ടറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളിൻ്റെ താല്പര്യങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്പനിയുടെ ബോർഡിൽ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ഒരു ബോർഡ് മെമ്പറാണ് അല്ലെങ്കിൽ ഒരു ഡയറക്ടറാണ് നോമിനി ഡയറക്ടർ. Then he may be appointed by a shareholder, a creditor or another stakeholder. ഇപ്പം കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇക്വിറ്റി ഷെയർ ഹോൾഡിങ്സിൽ ഒരു നിശ്ചിത ശതമാനം കൈവശമുള്ള ആളുകൾക്ക് ഒന്നെങ്കിൽ സ്വയം ഡയറക്ടറാകാം, അല്ലെങ്കിൽ ആരെ വേണമെങ്കിലും നോമിനേറ്റ് ചെയ്യാം. കാരണം പ്രൊപ്പോർഷണൽ ഷെയർ ഹോൾഡിങ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ ഓഫ് ഡയറക്ടേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള ഒരു ഡയറക്ടറാണ് നോമിനി ഡയറക്ടർ. ദെൻ വാട്ട് ഈസ് അൾട്രാ വൈസ് ദി ആർട്ടിക്കിൾ. നമ്മൾ 2019 ആൻസർ ഡിസ്കസ് ചെയ്തപ്പോൾ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തപ്പോൾ ഇത് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തതാണ്. അൾട്രാ വൈസ് ദി ആർട്ടിക്കിൾ, ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് ദി ആർട്ടിക്കിൾ. Ultra vires the memorandum, beyond the powers of the memorandum. It means beyond the powers of articles.
ഇഫ് ആൻ ആക്ട് ഓർ ട്രാൻസാക്ഷൻ ഈസ് അൾട്രാവൈസ് ദി ആർട്ടിക്കിൾസ്, ഇപ്പം ആർട്ടിക്കിൾസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പവേഴ്സിന് പരിധിക്ക് വെളിയിലാണ് എങ്കിൽ ബിയോണ്ട് ദി പവേഴ്സ് ഓഫ് ആർട്ടിക്കിൾ ബട്ട് ഇൻട്രാവൈസ് ദി മെമ്മോറാണ്ടം. ഇപ്പോൾ ഒരു ചേഞ്ച് ആർട്ടിക്കിൾസിൻ്റെ പവേഴ്സിന് അതീതമാണ്, പക്ഷേ വിതിൻ ദി പവേഴ്സ് ഓഫ് മെമ്മോറാണ്ടം, then the company can ratify it by altering the articles by a special resolution. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താ, കമ്പനിക്ക് അത് റാറ്റിഫൈ ചെയ്യാം, കമ്പനിക്ക് അതിന് നിയമപരമായ അംഗീകാരം കൊടുക്കാം ബൈ ഓൾട്ടറിങ് ദി ആർട്ടിക്കിൾസ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പം ഓൾട്ടർ എന്താ, നമ്മുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുക, പ്രൊവൈഡഡ് ദി ചേഞ്ച് ഈസ് വിതിൻ ദി മെമ്മോറാണ്ടം ഇൻട്രാവേഴ്സ്. അപ്പം മെമ്മോറാണ്ടത്തിനുള്ളിലായിരിക്കണം. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ പവറിനുള്ളിലാണെങ്കിൽ അത് ഒരു അമെൻമെൻറ്റിലൂടെ നമുക്കത് റാറ്റിഫൈ ചെയ്യാം. ദെൻ ഹു ഈസ് എ കോൺട്രിബ്യൂട്ടറി? കോൺട്രിബ്യൂട്ടറിൻ്റെ സ്ഥാനം വരുന്നത് എന്താണ്? അറ്റ് ദി ടൈം ഓഫ് വൈൻഡിങ് അപ്പ് ആണ്. ഒരു കമ്പനി അതിൻ്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കുമ്പോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ബാധ്യതയുള്ള ആളുകൾ. So, contributory means a person liable to contribute towards the assets of the company in the event of it being wound up. ഒരു കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്ന അവസരങ്ങളിൽ ലയബിൾ ടു കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ദി അസറ്റ്സ്. കമ്പനിയുടെ അസറ്റ്സ് തികയുന്നില്ല എങ്കിൽ അസറ്റ്സിൻ്റെ വാല്യൂവിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ലയബിലിറ്റി ഉള്ളയാളാണ്. ഇത് സെക്ഷൻ 285 കോൺട്രിബ്യൂട്ടറിയെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ, പേഴ്സൺസ് ഹോൾഡിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കോൺട്രിബ്യൂട്ടറീസ്. അപ്പം പേഴ്സൺസ് ഹോൾഡിംഗ് ഫുള്ളി പെയ്ഡ് അപ്പ് ഷെയർസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് കോൺട്രിബ്യൂട്ടറീസ്, ബട്ട് they need not be liable for contributing. അവർക്ക് ലയബിലിറ്റി ഉണ്ടാകണമെന്നില്ല, പക്ഷെ അവരെന്താ കോൺട്രിബ്യൂട്ടറീസ് ആയിട്ട് കണക്കാക്കാം. അത് ഹു ഈസ് എ കോൺട്രിബ്യൂട്ടറി. കോൺട്രിബ്യൂട്ടറി എല്ലായ്പ്പോഴും എന്താണ്, ഒരു കമ്പനി വൗണ്ട് അപ്പ് ചെയ്യുന്ന സാഹചര്യങ്ങളിലാണ് കോൺട്രിബ്യൂട്ടറീസിൻ്റെ ലയബിലിറ്റി ഉണ്ടാകുന്നത്. then who is an officer in default? ഡീഫോൾട്ടിൽ who is an officer in default? ആരാണ് ഒരു ഓഫീസർ ഇൻ ഡീഫോൾട്ട് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്? ഓഫീസർ ഇൻ ഡീഫോൾട്ട് ഈസ് ഓഫീസർ ഓഫ് ദി കമ്പനി. an officer in default is an officer of the company who is in default and shall be liable to any penalty or punishment. എന്തെങ്കിലും എന്താണ് ഡീഫോൾട്ട് വരുത്തിയിരിക്കുന്ന ഒരു ഓഫീസർ ആണ്, കമ്പനിയുടെ ഓഫീസർ ആയിരിക്കണം. then he shall be liable for any penalty or punishment, imprisonment, dismissal or otherwise. കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ക്രമക്കേട് കാണിച്ചിരിക്കുന്നയാൾ, അയാളാണ് ഓഫീസർ ഇൻ ഡീഫോൾട്ട്, ആൻഡ് ഹി ക്യാൻ ബി ഹെൽഡ് ലയബിൾ for punishment, imprisonment, dismissal or otherwise. Examples of such officers are whole-time director, full-time directors, then key managerial personnel. ഇവരെയൊക്കെ ഓഫീസ് ഡീഫോൾട്ട് ആയിട്ട് കണക്കാക്കാം. Then if there is no key managerial personnel, ഇനി key managerial personnel ഇല്ല എങ്കിൽ then the director specified by the board. ഏതെങ്കിലും ഒരു ഡയറക്ടറിനെ സ്പെസിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബോർഡ് സ്പെസിഫൈ ചെയ്യുന്ന, ബോർഡ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തി ഓഫീസർ ഇൻ ഡീഫോൾട്ടിൻ്റെ ഒരു പൊസിഷനിലേക്ക് മാറാം. ദെൻ ഇഫ് നോ ഡയറക്ടർ സ്പെസിഫൈഡ് ബൈ ദി ബോർഡ് ദെൻ ഓൾ ദി ഡയറക്ടേഴ്സ്. ഇപ്പോൾ എന്താ, ഒരു ഓഫീസർ ഇൻ ചാർജ് ആയിട്ട് ആരെയും ബോർഡ് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ എല്ലാ ഡയറക്ടേഴ്സും ഓഫീസർ ഇൻ ഡീഫോൾട്ടായിട്ട് മാറാം. Then promoters can be considered as officers in default. Then any person who has authority of the board or any key managerial personnel charged with such responsibility. ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് എന്താ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പർട്ടിക്കുലർ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു വ്യക്തി ആ ഇവൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തിയിട്ടുണ്ടെങ്കിൽ he can be considered as an officer in default. അപ്പോൾ അതായത് ഓഫീസർ ഇൻ ഡീഫോൾട്ടുമായിട്ട് ബന്ധപ്പെട്ട അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ദെൻ സ്റ്റേറ്റ് എനി 2 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ കമ്പനി. ഇത് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ആണെങ്കിൽ നമ്മളെന്താ, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് 1, 2 എനി 2 എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും 2 ക്യാരക്ടറിസ്റ്റിക്സ് എഴുതുക.
ഓരോ ക്യാരക്ടറിസ്റ്റിക്സിനെ കുറിച്ചും ഒരു 2-3 സെൻറ്റൻസ് എഴുതിയേക്കുക. അപ്പം ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറയുമ്പോൾ എന്താ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ലിമിറ്റഡ് ലയബിലിറ്റി, പെർപെച്വൽ സക്സഷൻ, കോമൺ സീൽ, ട്രാൻസ്ഫറബിലിറ്റി ഓഫ് ഷെയർസ്, സെപ്പറേറ്റ് പ്രോപ്പർട്ടി, കപ്പാസിറ്റി ടു സ്യൂ ആൻഡ് ബി സ്യൂഡ്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ എക്സെട്ര. ഇതെല്ലാം എന്താണ്? ഒരു രജിസ്റ്റേർഡ് കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ആണ്. ഈ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സിൽ തന്നെ 2 മാർക്കിന് ചോദിക്കാം, വേണമെങ്കിൽ 3 മാർക്കിന് ചോദിക്കാം, ഇനി 5 മാർക്കിനും 15 മാർക്കിനും ഒക്കെ ചോദിക്കാം. ഫീച്ചേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ രജിസ്റ്റേർഡ് കമ്പനി ഓർ ഇൻകോർപ്പറേറ്റഡ് കമ്പനി, അതിൽ ഏതെങ്കിലും 2 എണ്ണം. ഇനി അടുത്തത് അത് ഗവർണൻസിൽ നിന്നുള്ളതാണ്, നമ്മൾ ആ ക്വസ്റ്റ്യൻ അവോയ്ഡ് ചെയ്യുകയാണ്. ദെൻ 10ാമത്തത് വാട്ട് ഈസ് പോൾ? എന്താണ് പോൾ? പോൾ ഈസ് എ മെത്തഡ് ഓഫ് വോട്ടിംഗ് അഡോപ്റ്റഡ് ബൈ ദി മെമ്പേഴ്സ് അറ്റ് എ മീറ്റിംഗ്. ഇപ്പോൾ ഒരു മീറ്റിംഗിൽ മെമ്പേഴ്സ് വോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നൊരു മെത്തേഡാണ് പോൾ. അപ്പം ദെൻ അണ്ടർ ദിസ് ഈച്ച് മെമ്പർ ഹാസ് വോട്ട്സ് ഇൻ പ്രൊപ്പോർഷൻ ടു ഹിസ് ഷെയർ ഓഫ് പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ എന്താണ്? ഓരോ മെമ്പറിനും അയാളുടെ കൈവശമുള്ള പെയ്ഡ് അപ്പ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ പ്രൊപ്പോർഷനായിട്ടായിരിക്കും വോട്ടിംഗ് റൈറ്റ് വരുന്നത്. നോട്ട് അക്കോർഡിംഗ് ടു നമ്പർ ഓഫ് ഷെയർസ് ഹെൽഡ് ബൈ ഹിം. നമ്പർ ഓഫ് ഷെയർസ് അല്ല, അവിടെ എന്താണ്? ഷെയർ പെയ്ഡ് അപ്പ് ഇക്വിറ്റി വാല്യൂ ആണ്. ഇക്വിറ്റി വാല്യൂ ആണ് തീരുമാനിക്കുന്നത്, നമ്പർ ഓഫ് ഷെയർ അല്ല. അത് ഓർത്തിരിക്കുക. അപ്പോൾ അവിടെ വാട്ട് ഈസ് പോൾ? എന്താണ് പോൾ? ഇത്രയും ക്വസ്റ്റ്യൻസ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ ഇതേ ക്വസ്റ്റ്യൻസ് വന്നാൽ ഈ ആൻസേഴ്സ് തന്നെ കോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ സെക്ഷൻ ബിയിൽ വാട്ട് ഈസ് എ ഡീഫങ്ക്ട് കമ്പനി? പ്രവർത്തനരഹിതമായ ഒരു കമ്പനിയാണ് ഡീഫങ്ക്ട്. എ കമ്പനി നോട്ട് ഫങ്ഷനിങ്, പ്രവർത്തനം നിലച്ചുപോയ ഒരു കമ്പനി. ഇവിടെ തന്നെ നമുക്ക് എന്താ ഇതുപോലെ തന്നെ വേണമെങ്കിൽ ഡോർമെന്റ് കമ്പനി, ഇനാക്റ്റീവ് കമ്പനി, ഇതൊക്കെ ഇതുപോലെ തന്നെ വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ഏകദേശം ഒരേ മീനിങ്ങിൽ വരുന്ന കമ്പനീസ് ആണ് താനും. എ ഡീഫങ്ക്ട് കമ്പനി ഈസ് എ കമ്പനി ദാറ്റ് നോ ലോങ്ങർ എക്സിസ്റ്റ്, നിലവിലില്ലാത്ത ഒരു കമ്പനി. എ കമ്പനി വിച്ച് നോ ലോങ്ങർ എക്സിസ്റ്റ് ഈസ് നോൺ ആസ് എ ഡീഫങ്ക്ട് കമ്പനി. ഇറ്റ്സ് എ കമ്പനി ദാറ്റ് ഹാസ് സസ്പെൻഡഡ് ഓൾ ഓപ്പറേഷൻസ് ആൻഡ് ഈസ് ഔട്ട് ഓഫ് ബിസിനസ്. എല്ലാ പ്രവർത്തനവും സസ്പെൻഡ് ചെയ്തു, ബിസിനസ് ഇല്ല, ബിസിനസ്സിന് പുറത്തായി. എ കമ്പനി ഈസ് അസ്യൂംഡ് ടു ബി ഡീഫങ്ക്ട് വെൻ എ ഇറ്റ് ഹാസ് നെവർ കമൻസ് ബിസിനസ്, രജിസ്റ്റർ ചെയ്തു, ഒരിക്കലും ബിസിനസ് ആരംഭിച്ചിട്ടില്ല. ഇറ്റ്സ് നോട്ട് കാരിയിങ് ഓൺ ബിസിനസ്, നിലവിൽ ബിസിനസ് നടത്തുന്നില്ല, ഒരു ബിസിനസ്സും ഇപ്പോൾ നടത്തുന്നില്ല. ഇറ്റ് ഹാസ് ഐദർ നോ അസറ്റ്സ് ഓർ ഹാസ് സച്ച് അസറ്റ്സ് ആസ് ഷാൽ നോട്ട് ബി സഫിഷ്യന്റ് ടു മീറ്റ് കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ. ഒന്നെങ്കിൽ ഇതിന് അസറ്റ് ഇല്ല, അല്ലെങ്കിൽ ഇതിനുള്ള അസറ്റുകൾ കോസ്റ്റ് ഓഫ് ലിക്വിഡേഷൻ മീറ്റ് ചെയ്യാൻ സഫിഷ്യൻ്റ് അല്ല. ഇങ്ങനെ വരുന്ന കമ്പനികളെല്ലാം ഡീഫങ്ക്ട് കമ്പനി ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ ഡീഫങ്ക്ട് കമ്പനി പോലെ തന്നെ നമ്മളെന്താ ഡോർമെന്റ് കമ്പനിയും അതുപോലെ ഇനാക്റ്റീവ് കമ്പനിയും ഒക്കെ ഓർമ്മയിലിരിക്കണം. ദെൻ വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്? സ്റ്റാറ്റ്യൂട്ടറി ആസ് പെർ സ്റ്റാറ്റ്യൂട്ട്, the report that has to be prepared and presented as per statute. കമ്പനി നിയമപ്രകാരം തയ്യാറാക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യേണ്ട റിപ്പോർട്ടുകളാണ് സ്റ്റാറ്റ്യൂട്ടറി. ഇസ് എ റിപ്പോർട്ട് ദാറ്റ് ദി ഡയറക്ടേഴ്സ് ഓഫ് ദി കമ്പനി ഫോർവേഡ് ടു ദി ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് രജിസ്ട്രാർ. ഇപ്പോൾ ഡയറക്ടേഴ്സ് ഷെയർ ഹോൾഡേഴ്സിനും രജിസ്ട്രാറിനും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടത്, ഫോർവേഡ് ചെയ്യേണ്ടത് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എലോങ് വിത്ത് നോട്ടീസ് ഓഫ് സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ഷെയർ ഹോൾഡേഴ്സിനും ദെൻ രജിസ്ട്രാർ ഓഫ് കമ്പനീസിനും ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ട റിപ്പോർട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് ഷാൽ സെൻഡ് ടു ഓൾ ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി. ഇപ്പോൾ ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിക്കുമ്പോൾ ആ നോട്ടീസ്, ആ മീറ്റിങ്ങിന് വിളിക്കുന്ന അല്ലെങ്കിൽ ആ മീറ്റിംഗ് അറിയിക്കുന്ന നോട്ടീസോട് കൂടി so statutory report shall be sent all the members of the company at least 21 days before the date of meeting. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൻ്റെ ഡേറ്റിന് 21 ദിവസം മുമ്പ് ഈ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട് അയച്ചിരിക്കണം. The report shall contain the details regarding the number of shares allotted, amount of cash received in respect of such shares, number of shares allotted for consideration other than cash, particulars of commission or discount paid or to be paid on shares and debentures etc.
എന്താ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിൽ ആ മീറ്റിംഗ് നടക്കുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഷെയർ ഡീലിങ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ഷെയർ അലോട്ട്മെൻറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. അപ്പം അങ്ങനെയുള്ളൊരു റിപ്പോർട്ട് എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടാണ്. ദെൻ വാട്ട് ആർ ദി മാറ്റേഴ്സ് ഡിസ്കസ്ഡ് ഇൻ ആനുവൽ ജനറൽ മീറ്റിംഗ്? അപ്പം എല്ലാ വർഷവും വിളിച്ചു കൂട്ടേണ്ട ഒരു മീറ്റിംഗാണ് ആനുവൽ ജനറൽ മീറ്റിംഗ്. ദാറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി ഓബ്ലിഗേഷൻ. All incorporated and registered companies shall called annual general meeting. That's a statutory requirement. The purpose of holding the annual general meeting AGM is to enable the shareholders to know the financial position of the company and get explanation from the directors regarding the affairs of the company. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയുടെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിനെ കുറിച്ച് ഒരു അറിവ് ലഭിക്കുന്നതിന് വേണ്ടിയും അവർക്കുള്ള ഡൗട്ട്സും ഒക്കെ എന്താണ് ഡയറക്ടേഴ്സിന് ചോദിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ആനുവൽ ജനറൽ മീറ്റിംഗ് വിളിച്ചു കൂട്ടാറുള്ളത്. ദി ബിസിനസ് ടു ബി ട്രാൻസാക്റ്റഡ് അറ്റ് ദി മീറ്റിംഗ് ഈസ് നോൺ ആസ് ഓർഡിനറി ബിസിനസ്. ഒരു ആനുവൽ ജനറൽ മീറ്റിംഗിൽ ട്രാൻസാക്ട് ചെയ്യുന്ന മാറ്റേഴ്സ് എന്താണ്? അത് ഓർഡിനറി ബിസിനസ്സാണ്. സാധാരണഗതിയിൽ ഒരു റൊട്ടീൻ ബിസിനസ് ആയിരിക്കും. Then the business to be transacted at the meeting is known as ordinary business. The meeting may take up any other business also which is known as special business. അപ്പം ഒരു ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ സ്പെഷ്യൽ ബിസിനസ് അല്ലെങ്കിൽ സ്പെഷ്യൽ മാറ്റേഴ്സും കൺസിഡറേഷന് വേണ്ടി പരിഗണിക്കാവുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ എന്താണ്? ഒരു നോർമലായിട്ടുള്ള റൊട്ടീൻ മാറ്റേഴ്സാണ് അവർ ഡിസ്കസ് ചെയ്യാറുള്ളത്. Then the 14th question is, what is composition of the board of directors? ഒരു കമ്പനിയുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കോമ്പോസിഷൻ എന്താണ്? The Companies Act 2013 has made significant changes regarding the composition of board of directors. 2013 കമ്പനീസ് ആക്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഘടനയിൽ കാര്യമായ ചേഞ്ചസ് വരുത്തി. Then the government is empowered to prescribe a class of companies which should have at least one woman director. ഇപ്പോൾ 2013 കമ്പനീസ് ആക്ട് പ്രകാരം ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു പ്രിസ്ക്രൈബ് ദി ക്ലാസ് ഓഫ് കമ്പനീസ് ഇൻ വിച്ച് അറ്റ്ലീസ്റ്റ് വൺ വുമൺ ഡയറക്ടർ ഷുഡ് ബി ദെയർ. അപ്പം സെൻട്രൽ ഗവൺമെൻറ് പറയാം ഏതൊക്കെ തരത്തിലുള്ള കമ്പനികളിലാണ് ചുരുങ്ങിയത് ഒരു വുമൺ ഡയറക്ടറെങ്കിലും ഉൾപ്പെടുത്തേണ്ടത്. ഇതൊരു വലിയ ചേഞ്ചാണ്. 2013 ഒരു പ്രധാനപ്പെട്ട ചേഞ്ചാണ്. ദെൻ every company shall have at least one director who has stayed in India for a total period of not less than 182 days. അപ്പം എല്ലാ കമ്പനികൾക്കും ഒരു റെസിഡന്റ് ഡയറക്ടർ ഉണ്ടായിരിക്കണം. ഒരു സാമ്പത്തിക വർഷം ഏറ്റവും ചുരുങ്ങിയത് 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്ന ഒരു ഡയറക്ടർ ഉണ്ടായിരിക്കണം. Then 1/3 of the total number of directors should be independent directors. അപ്പം 1/3 of the total directors should be independent directors. ഇത് 2013 കമ്പനീസ് ആക്ട് പ്രകാരമുള്ള കോമ്പോസിഷൻ ഓഫ് ഡയറക്ടേഴ്സ് ആണ്, ഡയറക്ടേഴ്സിന്റെ ഘടന. Then 15th question, state 4 reasons for vacating director from his office. ഒരു ഡയറക്ടറെ അയാളുടെ ഓഫീസിൽ നിന്നും പുറത്താക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും 4 റീസൺസ്. 1. He incur any of the disqualifications specified in section 169. Section 169 of the Companies Act 2013 പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡിസ്ക്വാളിഫിക്കേഷൻ ആ ഡയറക്ടർ വിധേയമായിട്ടുണ്ടെങ്കിൽ he can be expelled from the post of a director. Then he becomes disqualified by an order of the court or the tribunal. ഇപ്പം നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണലോ അല്ലെങ്കിൽ അപ്പലേറ്റ് ട്രിബ്യൂണലിൻ്റെ ഒക്കെ ഒരു ഓർഡർ പ്രകാരം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോർട്ടിൻ്റെ ഓർഡർ പ്രകാരം ഒരു ഡയറക്ടർ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ then he can be expelled from the post of director. അപ്പം ഡയറക്ടർ പോസ്റ്റിൽ നിന്നും അയാൾ മാറ്റപ്പെട്ടിരിക്കും. Then he is removed in pursuance of the act. ഇപ്പോൾ കമ്പനീസ് ആക്ടിലെ ഏതെങ്കിലും പ്രൊവിഷൻസ് in accordance with the provisions of the act, one can be removed from the post of director. He absents himself from all the meetings of the board of directors held during a period of 12 months. അപ്പം
12 മാസമായിട്ട് ഒരു സാമ്പത്തിക വർഷം മുഴുവനായിട്ടും അല്ലെങ്കിൽ 12 മാസം തുടർച്ചയായിട്ട് ബോർഡ് മീറ്റിംഗിൽ നിന്നും ഒരു ഡയറക്ടർ മാറി നിൽക്കുകയാണ് എങ്കിൽ he can be forced to vacate the director post, അല്ലെങ്കിൽ he can be suspended from the position of a director. ഇതാണ് പ്രധാനമായിട്ടും 4 കാരണങ്ങൾ പറയുന്നു ഒരു ഡയറക്ടറെ അയാളുടെ പോസ്റ്റിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രധാനപ്പെട്ട 4 കാരണങ്ങൾ. Then what is statement in lieu of prospectus? In lieu of means instead of. In lieu of prospectus, instead of. So under the provisions of the Companies Act 1956, public company could not invite public to subscribe for its shares, but arrange to get money from the private sources. ഇപ്പോൾ കമ്പനീസ് ആക്ടിൻ്റെ 2056 പ്രൊവിഷൻ പ്രകാരം പബ്ലിക് കമ്പനി കുഡ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ് ബട്ട് അറേഞ്ച് ടു ഗെറ്റ് മണി ഫ്രം ദി പ്രൈവറ്റ് സോഴ്സസ്. ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ടു ദി പബ്ലിക്. In such a case, the promoter was required to prepare draft prospectus as known as statement in lieu of prospectus. എന്താണ് ഇൻസ്റ്റഡ് ഓഫ് പ്രോസ്പെക്ടസ് എന്നാണ്. ഇപ്പം ഇൻസ്റ്റഡ് ഓഫ് പ്രോസ്പെക്ടസ് ഇപ്പം പ്രോസ്പെക്ടസിന് പകരമായിട്ട് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ്. ഇപ്പം അത് 1956 ആക്ട് പ്രകാരം പറഞ്ഞിരിക്കുന്നതാണ്. ഇപ്പം നമുക്ക് പ്രൈവറ്റ് സോഴ്സസിൽ നിന്നായിരിക്കണം. ഇവിടെ പ്രൈവറ്റ് കമ്പനി അല്ലാതെ പബ്ലിക് കമ്പനി ആയിരിക്കും കേട്ടോ. ആൻസറിൻ്റെ അവിടെ വന്നിരിക്കുന്ന കമ്പനീസ് ആക്ട് പ്രൈവറ്റ് കമ്പനി കുഡ് നോട്ട് ഇൻവൈറ്റ് ദി പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ്. ഇത് പബ്ലിക് കമ്പനിയിൽ നിന്ന് സൊല്യൂഷൻ്റെ തെറ്റായിട്ട് തന്നിരിക്കുന്നതാണ്. സോ അണ്ടർ ദി പ്രൊവിഷൻസ് ഓഫ് ദി കമ്പനീസ് ആക്ട് 1956 പ്രൈവറ്റ് കമ്പനി കുഡ് നോട്ട് ഇൻവൈറ്റ് പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ ഷെയർസ്. പ്രൈവറ്റ് കമ്പനികൾക്ക് അതിൻ്റെ ഷെയർസിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പൊതുജനങ്ങളോട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. ബട്ട് ദേ ഹാവ് ടു അറേഞ്ച് മണി ഫ്രം പ്രൈവറ്റ് സോഴ്സസ്. അങ്ങനെ പ്രൈവറ്റ് സോഴ്സസിൽ നിന്ന് ഇറ്റ് വാസ് നോട്ട് റിക്വയർഡ് ടു ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ടു പബ്ലിക്. ഇൻ സച്ച് കേസസ് എ പ്രൊമോട്ടർ വാസ് റിക്വയർഡ് ടു പ്രിപ്പയർ ഡ്രാഫ്റ്റ് പ്രോസ്പെക്ടസ് സ്റ്റേറ്റ്മെന്റ് ലീവ് ഓഫ് പ്രോസ്പെക്ടസ്. ദ ഇൻസ്റ്റഡ് ഓഫ് പ്രോസ്പെക്ടസ് എ സ്റ്റേറ്റ്മെന്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദി പ്രൊമോട്ടർ ആൻഡ് ഇഷ്യൂ ടു ദി പബ്ലിക്. സോ സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ലീവ് ഓഫ് പ്രോസ്പെക്ടസ്. ഇൻസ്റ്റഡ് ഓഫ് പ്രോസ്പെക്ടസിനേ ഉള്ളൂ. എ സ്റ്റേറ്റ്മെന്റ് prepared and issued instead of prospectus is known as statement in lieu of prospectus. Then the 17th question is define memorandum of association. So document which contains the fundamental rules regarding the constitution and activities of a company. The purpose of memorandum is to inform shareholders about the field in which their money is going to be used. ഒരു fundamental document ആണ്. Then what are preferential payments? Preferential payments വരുന്ന at the time of winding up ആണ്. Cost of winding up, liquidators remuneration, payment to preferential creditors, payment to debenture holders having floating charge, payment to an unsecured creditor, amount to preference shareholders, then amount due to equity shareholders. ഇതെല്ലാം എന്താണ്? Preferential payments at the time of winding up. Next is what is quorum. Quorum നമ്മൾ കഴിഞ്ഞ 2019 പഠിച്ചതാണ്. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഹു മസ്റ്റ് ബി പ്രസന്റ് അറ്റ് എ മീറ്റിംഗ് in order that the business of the meeting may be validly transacted. ഒരു മീറ്റിംഗിലെ ബിസിനസ് നിയമവിധേയമായിട്ട് നടപ്പിലാക്കുന്നതിന് വേണ്ടി ചുരുങ്ങിയത് എത്ര മെമ്പേഴ്സ് പ്രസന്റ് ആയിരിക്കണം, അതാണ് കോറം. Then explain the status of director as officer of the company. For certain matters under the Companies Act, the directors are treated as officers of the company. ചില പ്രത്യേക കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടേഴ്സിനെ എന്താണ് കമ്പനിയുടെ ഓഫീസേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടും. ദാറ്റ് ഈസ് ആസ് പെർ സെക്ഷൻ 2 സബ്സെക്ഷൻ 30. They are liable to penalties if provisions of the Companies Act are not complied. അങ്ങനെ ഡയറക്ടേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഓഫീസേഴ്സ് ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഡയറക്ടേഴ്സ് they are liable to penalties if the provisions of the Companies Act are not complied. അപ്പോൾ അവർ ആ കമ്പനീസ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അനുസരിക്കുന്നില്ല എങ്കിൽ they can be held liable for penalties. Then what is the object clause? നമ്മൾ ഒരു മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിലാണ് ഓബ്ജക്റ്റ് ക്ലോസ് വരുന്നത്.
This clause is most important clause in the memorandum of association of a company because it is not only shows the object or objects for which the company is formed but also determines the extent of the powers which the company can exercise in order to achieve the object or objects. ഇത് ഒരു മെമ്മോറാണ്ടത്തിലെ എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ആണ്. ഇത് ആ കമ്പനിയുടെ ഫോർമേഷൻ എന്തിനു വേണ്ടിയാണ് ഈ കമ്പനി ഫോം ചെയ്തിരിക്കുന്നത്, ഇനി ഈ ഓബ്ജക്റ്റ് അത് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി കമ്പനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പം ഓബ്ജക്ട്സിൻ്റെ കൂടെ തന്നെ കമ്പനിയുടെ എന്താണ് അധികാരം കൂടി അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പവേഴ്സ്. ഈ ഓബ്ജക്ട്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കമ്പനിയുടെ പവേഴ്സും കൂടെ ഓബ്ജക്ട് ക്ലോസിൽ കൊടുത്തിട്ടുണ്ട്. ദെൻ വാട്ട് ഡു യു മീൻ ബൈ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? നമ്മൾ എന്താ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി? കമ്പനി ഈസ് റിഗാർഡ് ആസ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി സെപ്പറേറ്റ് ഫ്രം ഇറ്റ് മെമ്പേഴ്സ്. A company is a separate legal entity separate from its members. The money and other assets of the company belong to the company and not to the shareholders. അപ്പം സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. ദി മണി ആൻഡ് അതർ അസറ്റ്സ് ഓഫ് ദി കമ്പനി ഈസ് only that of the company, not that of its members. കമ്പനിയുടെ പണവും മറ്റ് അസറ്റുകളും കമ്പനിയുടേത് മാത്രമാണ്, മെമ്പേഴ്സിൻ്റെയോ ഷെയർ ഹോൾഡേഴ്സിൻ്റെയോ അല്ല. ഈ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയിലാണ്. നമ്മൾ ആ ഫീച്ചേഴ്സ് ഓഫ് രജിസ്റ്റേർഡ് കമ്പനിയിൽ അത് പഠിക്കുന്നതാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, ദി മണി ആൻഡ് അസറ്റ്സ് ഓഫ് ദി കമ്പനി ഈസ് ഓൺലി ദാറ്റ് ഓഫ് ദി കമ്പനി. ദ നെക്സ്റ്റ് ഈസ് വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്. നമ്മൾ ആ ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് അതും കൂടെ പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ദ ലിഫ്റ്റിംഗ് ഓർ പിയേഴ്സിംഗ് ഓഫ് കോർപ്പറേറ്റ് വെയിൽ, ഇതൊക്കെ ഇതിനനുബന്ധമായിട്ട് വരാവുന്നതാണ്. സോ വാട്ട് ഈസ് ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ്? ഡോക്ട്രിൻ ഓഫ് ഇൻഡോർ മാനേജ്മെൻറ്റ് ഈസ് ആൻ എക്സെപ്ഷൻ ടു ദി റൂൾ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. A person dealing with the company is deemed to have knowledge of the memorandum and articles of the company. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഇല്ലെങ്കിൽ ഈ ഒരു ഡോക്ട്രിനാണ് ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ് പ്രകാരം എ പേഴ്സൺ ഡീലിംഗ് വിത്ത് ദി കമ്പനി is deemed to have knowledge of the memorandum and articles of association of the company. ഒരു കമ്പനിയുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനെ കുറിച്ചും വ്യക്തമായ അറിവുണ്ടായിരിക്കണം. ഈ ഒരു ഡോക്ട്രിനാണ് നമ്മൾ എന്താ പറയുന്നത്? ഡോക്ട്രിൻ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ദെൻ ബട്ട് ഹി ഈസ് നോട്ട് ബൗണ്ട് ടു എൻക്വയർ ഇൻ ടു ദി ഇന്റേണൽ അഫയേഴ്സ് ഓഫ് ദി കമ്പനി. കമ്പനിയുമായിട്ട് എന്തെങ്കിലും ഡീലിങ്സിൽ ഏർപ്പെടുന്ന ആളുകൾ കമ്പനിയുടെ മെമ്മോറാണ്ടവും ആർട്ടിക്കിൾസും അറിഞ്ഞിരിക്കണമെന്നേ ഉള്ളൂ. കമ്പനിയുടെ ഇന്റേണൽ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റേണൽ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണമെന്നില്ല. So he has a right to assume that internal proceedings and affairs of the company are carried on in accordance with the rules and regulations. അപ്പം ഒരു കമ്പനിയുമായിട്ട് ഡീലിങ്സിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് കമ്പനിയുടെ ഇന്റേണൽ പ്രൊസീഡിങ്സും അഫയേഴ്സും ഒക്കെ കമ്പനിയുടെ റൂൾസും റെഗുലേഷൻസിനും അനുബന്ധമായിട്ടാണ് നടപ്പിലാക്കുന്നതെന്ന് അസ്യൂം ചെയ്യാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. So this limitation is doctrine of indoor management. From this limitation to the doctrine of constructive notice is doctrine of indoor management. ഇപ്പോൾ ഇൻഡോർ മാനേജ്മെന്റ് ഡോക്ടർ എന്താണ്? ഡോക്ടർ ഓഫ് കൺസ്ട്രക്റ്റീവ് നോട്ടീസിൻ്റെ ഒരു ലിമിറ്റേഷൻ ആണ്. ദെൻ ദി നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. അപ്പോൾ വൈൻഡിങ് അപ്പിൻ്റെ സമയത്ത് ഒരു കമ്പനി അതിൻ്റെ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. സച്ച് എ സ്റ്റേറ്റ്മെന്റ് ഈസ് നോൺ ആസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. The statement of affair is a summary of a company's assets and liabilities. It states the net book value and amount expected to realize at the date of insolvency of the business. സാധാരണഗതിയിൽ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് ഒരു കമ്പനി പ്രിപ്പയർ ചെയ്യുന്ന ഒരു ബിസിനസ് ഇൻസോൾവെന്റ് ആകുമ്പോഴാണ്. അപ്പോൾ ഇൻസോൾവെന്റ് ആകുമ്പോൾ കമ്പനിയുടെ അസറ്റും ലയബിലിറ്റിയും എന്താണ്, ബുക്ക് വാല്യൂവും റിയലൈസ്ഡ് വാല്യൂവും അവിടെ അവർ കണക്കാക്കും. Then accompanying the balance sheet is a list of creditors and shareholders. അപ്പം ഇതെന്താണ്? accompanying the balance sheet. ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സിനോട് അനുബന്ധമായിട്ട് വരുന്ന ബാലൻസ് ഷീറ്റിൽ ക്രെഡിറ്റേഴ്സിൻ്റെയും ഷെയർ ഹോൾഡേഴ്സിനും ഒക്കെ ഒരു സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ് കൊടുക്കാറുണ്ട്.
അപ്പോൾ അത് ഓർത്തിരിക്കുക. വാട്ട് ഈസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് അഫയേഴ്സ്. നെക്സ്റ്റ്, ഹൗ ആർ ദി വോട്ട് കാസ്റ്റ് ഇൻ കമ്പനി മീറ്റിംഗ്സ്. ഇപ്പോൾ കമ്പനി മീറ്റിംഗ്സിൽ എങ്ങനെയാണ് വോട്ട് കാസ്റ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ കാസ്റ്റിംഗ് വോട്ടിനെ കുറിച്ചാണ് ഈ ക്വസ്റ്റ്യൻ. ചെയർമാൻ ഓഫ് എ കമ്പനി ഈസ് ഹാവിങ് എ കാസ്റ്റിംഗ് വോട്ട്. കാസ്റ്റിംഗ് വോട്ട് എന്താ? രണ്ട് വിഭാഗത്തിനും തുല്യമായിട്ടാണ് വോട്ട് കിട്ടുന്നതെങ്കിൽ ചെയർമാനും, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ അസംബ്ലിയിൽ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരുന്നു, ഇപ്പം രണ്ട് മോഷൻ അനുകൂലമായിട്ടും എതിരായിട്ടും ഒരേ നമ്പർ വോട്ടാണ് വരുന്നതെങ്കിൽ സ്പീക്കർ ക്യാൻ കാസ്റ്റ് ഹിസ് വോട്ട്. സ്പീക്കറിന് വേണമെങ്കിൽ ആ മോഷൻ പാസ്സാക്കാം അല്ലെങ്കിൽ ഫെയിലാക്കാം. ഇതാണ് കാസ്റ്റിംഗ് വോട്ട്. അതാണ് ദി ചെയർമാൻ ഓഫ് എ കമ്പനി ഹാസ് 2 votes, one in his own capacity and another in his capacity as a chairman. ഇപ്പോൾ ഒരു കമ്പനിയുടെ ചെയർമാനെ സംബന്ധിച്ചിടത്തോളം 2 വോട്ടുണ്ട്. ഒന്ന് ഹിസ് ഓൺ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മെമ്പർ, ചെയർമാൻ എന്ന കപ്പാസിറ്റിയിലുള്ള ഒരു വോട്ടും, ആദ്യത്തേതെന്താ, ഹിസ് ഓൺ കപ്പാസിറ്റി ഓഫ് എ ഷെയർ ഹോൾഡർ, ഒരു ഷെയർ ഹോൾഡറിന്റെ കപ്പാസിറ്റിയിലുള്ള വോട്ടും, രണ്ടാമത്തേത് ചെയർമാന്റെ കപ്പാസിറ്റിയിലുള്ള വോട്ടുമാണ്. Then the first vote is to express his personal views on the matter under discussion. The second is to be used in case of equality of votes. So the second vote is casted in case of equality of votes. The second vote mentioned above is called casting vote. രണ്ടാമത്തെ വോട്ട് എന്താണ്? കാസ്റ്റിംഗ് വോട്ടാണ്. The object of casting vote is to prevent occurrence of deadlock because of the equality of votes. അപ്പം ഒരു മോഷനെ സംബന്ധിച്ച് എന്താണ്, ഇക്വാലിറ്റി ഓഫ് വോട്ട്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഒരു ഡെഡ് ലോക്ക് അവിടെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ചെയർമാന് 2 വോട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ഡിഫറൻഷിയേറ്റ് സെൽഫ് പ്രോസ്പെക്ടസ് ആൻഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം. സെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് ദി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ or bank for one or more issues of securities or of class of securities specified in that document. ഇപ്പം നമ്മൾ ഈ സെൽഫ് പ്രോസ്പെക്ടസുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എന്താണ്, ഡീം പ്രോസ്പെക്ടസ്, റെഡ് ഹെറിംഗ് പ്രോസ്പെക്ടസ്, ഇതുമൊക്കെ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാവുന്നതാണ്. അപ്പോൾ ആ സെൽഫ് പ്രോസ്പെക്ടസിൻ്റെ ഒരു ആൻസർ അവിടെ ഉണ്ട്. സെൽഫ് പ്രോസ്പെക്ടസ് മീൻസ് ദി പ്രോസ്പെക്ടസ് ഇഷ്യൂഡ് ബൈ എനി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക് ഓർ വൺ ഓർ മോർ ഇഷ്യൂസ്. ഇപ്പം for one or more issues of securities or class of securities prescribed in that document. Explanation to section 31 defines self prospectus as a prospectus in respect of which the securities of class of securities include therein are issued for subscription in one or more issues or a certain period without. നിങ്ങൾ അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചോളുക. ദെൻ ഇവിടെ തന്നെ ഇൻഫർമേഷൻ മെമ്മോറാണ്ടം എന്താണെന്നും കൂടെ ഓർക്കുക. The information memorandum shall contain all material facts relating to the new changes created. ഇപ്പം പുതിയതായിട്ട് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുന്നുണ്ടെങ്കിൽ ആ ചേഞ്ചസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു മെമ്മോറാണ്ടമാണ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം. ചേഞ്ചസ് ആർ ദി ഫിനാൻഷ്യൽ പോർഷൻ ഓഫ് എ കമ്പനി ആൻഡ് സച്ച് അതർ ചേഞ്ചസ് ആസ് മേ ബി പ്രിസ്ക്രൈബ്. ഇപ്പം ചേഞ്ചസ് ഒരു കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചേഞ്ചസ് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. അപ്പം ഡിഫറൻഷിയേറ്റ് സെൽഫ് പ്രോസ്പെക്ടസ് ആൻഡ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം. ഇവിടെ തന്നെ വാട്ട് ഈസ് സെൽഫ് പ്രോസ്പെക്ടസ്, വാട്ട് ഈസ് ഇൻഫർമേഷൻ മെമ്മോറാണ്ടം, ഇത് വ്യത്യസ്തമായിട്ടും ചോദിക്കാവുന്നതാണ്. ദെൻ വാട്ട് ആർ ദി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിൻ്റെ നിയമപരമായ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഹാവ് ടു സൂപ്പർവൈസ്, കൺട്രോൾ ആൻഡ് ഡയറക്ട് ദി മാനേജിംഗ് ഡയറക്ടർ ആൻഡ് മാനേജർ. ഇപ്പം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്താ, മാനേജറിൻ്റെ അല്ലെങ്കിൽ മാനേജിംഗ് ഡയറക്ടറിൻ്റെയോ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും ചെയ്യുക. ദി ബോർഡ് ഹാസ് ടു സീ ദാറ്റ് ഇൻ കേസ് ഓഫ് ഫ്രഷ് ഇഷ്യൂ ഓഫ് all monies received from applicants for shares are deposited in a scheduled bank till the minimum subscription is received or till the certificate of commencement of business is obtained. Then it has to see that no misleading statement is given in the prospectus. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടിയാണ്. Every director should pay the application and allotment money before the commencement of business. The board has to prepare a statutory report and arrange for statutory meeting within the time limit. It must convene extraordinary general meeting as and when required. അപ്പം ഇതെല്ലാം എന്താണ്?
സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ് ഓഫ് ഡയറക്ടേഴ്സ് ആണ്. ഡയറക്ടേഴ്സിൻ്റെ നിയമപരമായ ഡ്യൂട്ടീസ് ആണ് സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടീസ്. ദെൻ ഇറ്റ് ഹാസ് ടു അപ്രൂവ് ദി ആനുവൽ അക്കൗണ്ട്സ്, ഇറ്റ് ഹാസ് ടു റെക്കമെൻഡ് ഡിവിഡൻസ്. ഇതെല്ലാം എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 8 കാര്യങ്ങളും ഡയറക്ടേഴ്സിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂട്ടി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് ഈസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദി കണ്ടൻസ് ഇൻ ദി ആനുവൽ റിപ്പോർട്ട്. ഇപ്പോൾ ആനുവൽ ജനറൽ മീറ്റിംഗിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആനുവൽ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കണം? ചെയർമാൻ സ്പീച്ച്, ഡയറക്ടേഴ്സ് റിപ്പോർട്ട്, ഓഡിറ്റേഴ്സ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഡിഫറെൻറ്റ് ഷെഡ്യൂൾസ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്, അക്കൗണ്ട്സ് ഓഫ് സബ്സിഡിയറി കമ്പനീസ്, ദെൻ കോർപ്പറേറ്റ് ഗവർണൻസ്, അക്കൗണ്ടിംഗ് പോളിസീസ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ആനുവൽ റിപ്പോർട്ടിൽ, ഒരു സ്റ്റാറ്റ്യൂട്ടറി മീറ്റിംഗിൽ കൊടുക്കുന്ന ആനുവൽ റിപ്പോർട്ടിൽ ഈ 9 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത്. ഡിസ്കസ് ഹൗ ദി കമ്പനി ക്യാൻ ഇൻക്രീസ് ദി നമ്പർ ഓഫ് ഡയറക്ടേഴ്സ്. എനി ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ബിയോണ്ട് ദി മാക്സിമം പെർമിറ്റഡ് ബൈ ദി ആർട്ടിക്കിൾ. സാധാരണഗതിയിൽ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസിൽ മാക്സിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് അത് മെൻഷൻ ചെയ്തിരിക്കും. ഇങ്ങനെ ആർട്ടിക്കിൾസ് പെർമിറ്റ് ചെയ്തിരിക്കുന്ന മാക്സിമം നമ്പറിനേക്കാളും കൂടുതലായിട്ട് നമ്പർ ഇൻക്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷാൽ ബി അപ്രൂവ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടു കൂടി മാത്രമേ ആർട്ടിക്കിൾസിൽ പറഞ്ഞിരിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് ഡയറക്ടേഴ്സിൻ്റെ നമ്പർ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ബട്ട് വേർ ഇൻക്രീസ് ഇൻ നമ്പർ ഡസ് നോട്ട് മേക്ക് ടോട്ടൽ നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് മോർ ദാൻ 12. ഇങ്ങനെയുള്ള നമ്പറിൻ്റെ വർധനവ് 12ൽ കൂടുന്നില്ല എങ്കിൽ നോ അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് നീഡഡ്. ഇപ്പം ഈവൻ ദോ ഇറ്റ് ഈസ് ബിയോണ്ട് ദി മാക്സിമം ലിമിറ്റ് പെർമിറ്റഡ് ബൈ ദി ആർട്ടിക്കിൾസ്. ഇപ്പോൾ 12ൽ കൂടുന്നില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പെർമിഷൻ ഇല്ലാതെ തന്നെ ആർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ മെമ്മോറാണ്ടത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി നമ്പേഴ്സ് ഓഫ് ഡയറക്ടേഴ്സ് വർദ്ധിപ്പിക്കാവുന്നതാണ്. Then explain the cases where the issue of prospectus is required. ഇപ്പം ഏതൊക്കെ സമയത്താണ് സാധാരണഗതിയിൽ ഒരു പ്രോസ്പെക്ടസിൻ്റെ ഇഷ്യൂ ആവശ്യമായിട്ട് വരുന്നത്? സാധാരണഗതിയിൽ എന്താണ്? ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഇസ് റിക്വയർഡ് അറ്റ് ദി ടൈം ഓഫ് പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റീസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുന്ന, പൊതുജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്ന അവസരത്തിലാണ് ഒരു പ്രോസ്പെക്ടസ് ആവശ്യമായിട്ട് വരുന്നത്. Prospectus is required to be issued only by the public companies. So private companies are prohibited from inviting the public to purchase their shares. Private companies are prohibited. Private കമ്പനികൾക്ക് പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാനുള്ള നിയമപരമായ ഒരു റൈറ്റ് ഇല്ല. Only public companies can issue prospectus. കാരണം പബ്ലിക് കമ്പനികൾക്ക് മാത്രമേ പൊതുജനങ്ങളിലെ അവരുടെ ഷെയർസിലും ഡിബഞ്ചേഴ്സിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഒരു കമ്പനി അതിൻ്റെ സെക്യൂരിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പൊതുജനങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അറിയിപ്പ് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റാണ് പ്രോസ്പെക്ടസ്. ദെൻ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രോസ്പെക്ടസിൽ സാധാരണയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താറുള്ളത്? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി രജിസ്റ്റേർഡ് ഓഫീസ്, date of opening and closing of the issue and declaration about the allotment, statement by board of directors about the separate bank account. ഇത്രയും കാര്യങ്ങൾ സാധാരണയായിട്ട് എന്താ ഒരു പ്രോസ്പെക്ടസിൽ ഉൾപ്പെടുത്തിയിരിക്കും. ഇപ്പോൾ എപ്പോഴാണ് ഒരു പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യേണ്ടത്? ഒരു പ്രോസ്പെക്ടസ് നോർമലി പ്രധാനമായിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്താറുള്ളത്? ഇത്രയും കാര്യങ്ങളാണ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. ഇനി ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഡി പാർട്ടിലുള്ള 4 ക്വസ്റ്റ്യൻസും ഗവർണൻസ് പാർട്ടിൽ നിന്നാണ് വന്നിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഒരു പാർട്ടിൻ്റെ ഡിസ്കഷൻ ഇവിടെ നടത്തുന്നില്ല. ഈ ഡിസ്കഷനിൽ വന്നിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അത് ബ്രീഫ് ആണെങ്കിൽ പോലും 3 മാർക്കിനും അതുപോലെ 5 മാർക്കിനോ 8 മാർക്കിനോ ഒക്കെ വരാവുന്നതാണ്. റെഗുലർ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താ 3 മാർക്കും 8 മാർക്കും 15 മാർക്കും ഒക്കെയാണ് വരുന്നത്. നിങ്ങളുടെ ആൻസറിൻ്റെ ലെങ്ത് അനുസരിച്ചല്ല, ക്വസ്റ്റിൻ്റെ രീതി അനുസരിച്ചായിരിക്കും പലപ്പോഴും മാർക്കിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. നിങ്ങൾ ഈ 2019 ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് 17 ഇനി 2018 അത്
ഏതെങ്കിലും രീതിയിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അതിൻ്റെ ആൻസേഴ്സ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ലെങ്തി പ്രോസസ്സ് ആയതുകൊണ്ടാണ്. ബ്രീഫായിട്ടെങ്കിലും 2018 ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡിസ്കഷനും ഉണ്ടാവും. നിങ്ങളുടെ എക്സാമിന് മുമ്പ് ഒരു 2 ദിവസം മുമ്പെങ്കിലും ആ വീഡിയോയും കൂടെ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും സഹകരിക്കുക, ഇത് വാച്ച് ചെയ്യുക. നിങ്ങൾക്കെല്ലാം നല്ല രീതിയിൽ നല്ല മാർക്ക് കിട്ടുമെന്ന് ആശംസിക്കുന്നു. താങ്ക് യു.